ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ഹെയർ കെയർ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സ്കിൻ കെയർ വീഡിയോ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന റൂൾസും റൊട്ടീൻസും ഒന്നും അല്ല. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും ആയാലും ഒരു സ്റ്റെപ്പ് കൂടെ എടുക്കുന്നതേ ഉള്ളൂ. ടു ബി എ ബ്രൈഡ് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ എടുക്കുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ റൊട്ടീനാണ്. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ ബ്രൈഡ്സും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാനും ചെയ്യുന്നു. ബട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യും, മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യും. എവിടെയെങ്കിലും ലേറ്റ് നൈറ്റ്സൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കും. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയറിൽ ആദ്യം വരുന്നത് ഫേസ് നോക്കാം. അപ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് കൊമിഡോൺസ് ഉണ്ടായിരുന്നു, ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഈ കൊമിഡോൺസ് ഒക്കെ ഞാൻ ഫിസിക്കലി റിമൂവ് ചെയ്തതാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ മാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ സ്കിന്നിലുണ്ട്. ബട്ട് എന്താണ്, ഇപ്പം ഈ ആക്നീസും കൊമിഡോൺസും ഒന്നുമില്ല. അതുപോലെ പഴയ സ്കിന്നിൽ നിന്ന് എൻ്റെ സ്കിൻ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ സ്കിൻ കെയർ ചെയ്തിട്ടാണ്, പിന്നെ നല്ല കുറേ ഫുഡ് കഴിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ. അതായത് ഏലാദിയും നാൽപ്പരാതി തൈലവും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ആക്ച്വലി ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അവർ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ എടുത്താണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് അധികം വരുമ്പോഴത്തേക്കും ഞാനത് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യും. പിറ്റേന്നത്തേക്ക് അത് വെച്ചേക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യും. അങ്ങനെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആയിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം എമൗണ്ട് എടുക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് എടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കണ്ണൊക്കെ ഭയങ്കര പുകച്ചിൽ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല പുകച്ചിലുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ആക്നി മാർക്സ് വന്നു. പിന്നെ എനിക്ക് ഈ പുകച്ചിലും കൊണ്ടിട്ട് എനിക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ണിൽ ഭയങ്കര ഒരു നീറ്റിലും പുകച്ചിലും പോലെ. അങ്ങനെ ഞാൻ അപ്പം തന്നെ തുടച്ച് കളയായിരുന്നു. പിന്നെ എനിക്ക് ആക്നി മാർക്സ് വന്നു. പിന്നെ ഫേസ് നല്ല ഡള്ളായിട്ടിരിക്കും. അതായത് ഇപ്പോൾ രാവിലെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ തേച്ചിട്ട് പിറ്റേന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നതെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, പക്ഷേ ഞാനൊരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആളും പറഞ്ഞത് നല്ലതാണെന്ന്. അതുപോലെ ഞാൻ സൺസ്ക്രീൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ടാനും വരുമായിരുന്നു. എനിക്ക് സൺസ്ക്രീൻ ഇഷ്ടമേ അല്ലായിരുന്നു. എന്ത് സൺസ്ക്രീൻ വാങ്ങിച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലോട്ടസിൻ്റെ ഒഴിച്ച് വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ലോട്ടസിൻ്റെയും എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്താണ് ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഈ നീറ്റിൽ പോലെ വന്നതിൻ്റെ ലോട്ടസിൻ്റെ ഞാൻ നിർത്തി. പക്ഷേ ഇപ്പം ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തൈലത്തിൻ്റെ രണ്ടിൻ്റെയും കേസ് പറയുകയാണ്. അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, പക്ഷേ അതിന് കുറച്ച് ആഫ്റ്റർ കെയർസ് ശ്രദ്ധിക്കേണ്ടി വരും. അത് ഞാൻ വഴിയേ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് രക്തചന്ദനത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ പണ്ട് എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. അത് ഹോർമോണൽ ഇഷ്യൂസും കൊണ്ടും വരാം. അതുപോലെ തന്നെ ഞാനിങ്ങനെ സ്പോർട്സിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ടും ഈ പൊടിയും നന്നായിട്ട് സ്കിന്ന് ക്ലീൻ ചെയ്യാതിരിക്കുക. അതായത് 5th-ലും 6th-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ നന്നായിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് കഴുകാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പിമ്പിൾസ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ ആരും ഇങ്ങനെ പറഞ്ഞു, രക്തചന്ദനം യൂസ് ചെയ്താൽ മതിയെന്ന്. രക്തചന്ദനം രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, രാവിലെ യൂസ് ചെയ്യാൻ പാടില്ലേ. അപ്പോൾ അതിങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ പിമ്പിൾസിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് രക്തചന്ദനത്തിൽ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ ഇപ്പം ഞാൻ രക്തചന്ദനം യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രക്തചന്ദനം യൂസ് ചെയ്യുന്നത്. രക്തചന്ദനം യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ് സീൽഡ് ആയിട്ടുള്ള രക്തചന്ദനങ്ങൾ വാങ്ങിക്കുക. പൊടികളൊന്നും വാങ്ങിക്കരുത്. പൊടികളൊക്കെ ഒരുപാട് പേർക്ക് അലർജി ആവുന്നുണ്ട്. സോ പൊടികളൊന്നും വാങ്ങിക്കരുത്. ഗവൺമെൻറ് സീൽഡ് ആയിട്ട്, അതായത് ഈ കൊടൈക്കനാലൊക്കെ പോകുന്നവരുടെ അടുത്ത് പറഞ്ഞു വിട്ടാൽ മതി. അവിടെയൊക്കെ നല്ല റേറ്റിന്, നല്ല റേറ്റാണ്, 250 റുപ്പീസാണ് ചെറിയൊരു 20 ഗ്രാമിന്. ബട്ട് അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീൽഡ് അല്ലാത്ത രക്തചന്ദനം വാങ്ങിച്ച് ഉപയോഗിക്കരുത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ ഈ ഓയിൽ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള കേസ് ശ്രദ്ധിക്കണം. ഓയിൽ റിമൂവ് ചെയ്യുന്നതിന് ഈ ഒരു കറക്റ്റ് 15 മിനിറ്റ് ഇത് ഫേസിൽ വെക്കാവൂ. 10 to 15 അത്രയും മിനിറ്റ്സ് മാത്രമേ നമ്മൾ ഫേസിൽ ഈ ഓയിൽ വെക്കാവുള്ളൂ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഇത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതായത് ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്താൽ ആ ഓയിൽ
അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡൾനെസ് തോന്നുന്നത്. അതുകൊണ്ട് നല്ല ഒരു വെറ്റ് വൈപ്സ് യൂസ് ചെയ്യണം. നമ്മൾ ഫേസിൽ നിന്ന് അത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രം ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഡാബ് ചെയ്യുക. ഞാൻ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് വന്നത്. ഞാൻ കുറേ നേരം വെച്ചിരിക്കുന്നു, 1 മണിക്കൂറൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അത് വെച്ചിരുന്നിട്ടാണ് ഞാൻ പോയി കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിമ്പിൾസൊക്കെ വരുന്നത്. കറക്റ്റ് 10 to 15 മിനിറ്റ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫേസ് വൈപ്പ് ചെയ്യാം. അതിനുശേഷം നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് അത് പോപ്പിക്കുക. ഓക്കെ. നെക്സ്റ്റ് രക്തചന്ദനത്തിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ രക്തചന്ദനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചന്ദനത്തിൽ ഒരു ചെറിയൊരു ഡോട്ട് റെഡ് കളർ വരുമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള റെഡ് കളർ വരത്തില്ല. നമ്മുടെ ഈ പൊടി വാങ്ങിച്ച് കലക്കി തേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഒരു റെഡ് വല്ലാത്തൊരു റെഡ് കളർ വരും. അതല്ല രക്തചന്ദനം. ആക്ച്വലി ഇതാണ് രക്തചന്ദനം. ചന്ദനത്തിനകത്ത് ഒരു പൊടി റെഡ് പൊടി ഇട്ട് ഒരു പിഞ്ച് പോലും വേണ്ട, അത്ര ഇടുമ്പോൾ ഏതാണോ കളർ വരുന്നത് അതാണ് രക്തചന്ദനത്തിൻ്റെ ആക്ച്വൽ കളറ്. നമ്മളിപ്പം ഫേസിലിട്ടാൽ പോലും എൻ്റെ ഫേസിലിട്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും ചേഞ്ച് ഒന്നും തോന്നില്ല. അതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ചെറിയൊരു ചേഞ്ച് തോന്നും. അല്ലാണ്ട് നമ്മുടെ ഫേസിൽ റെഡിഷായിട്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങിക്കുക കേട്ടോ. ഓൺലൈനിൽ നിന്നൊന്നും രക്തചന്ദനത്തിൻ്റെ തടി വാങ്ങിക്കാണ്ടിരിക്കുക. മാക്സിമം എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ അവരെയിൽ പറഞ്ഞു വിടുക. സീൽഡ് ആയിട്ടുള്ള അത് കിട്ടും, അത് മാത്രം യൂസ് ചെയ്യുക. വില കൂടുതലാണെങ്കിലും പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫേസിൽ അറിയാൻ കൂടെ പറ്റുന്നില്ല. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ചെറിയൊരു റെഡ്നെസ്, ഭയങ്കര ചെറിയൊരു റെഡിഷ് കളറ് നമ്മുടെ ഫേസിൽ വരുമെന്നല്ലാണ്ട് വേറെ വലിയ ചേഞ്ചൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. ഓക്കെ. അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ടതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഈ 2 കേസ് ഞാൻ എന്നും ചെയ്യുന്ന കേസാണ്. ഈ നമ്മളുടെ ഈ തൈലം തേക്കുക, അതുപോലെ തന്നെ ഈ രക്തചന്ദനം തേക്കുക. ഇത് ഞാൻ എന്നും ചെയ്യും. ഇത് ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം വിഷുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. എൻ്റെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് മാറിയെന്ന് പറഞ്ഞാൽ ഈവനിങ് ഞാൻ ഇപ്പം ഡയറ്റ് നോക്കിയിട്ടായാലും എന്തായാലും ഞാൻ പച്ചക്കറിയാണ് കഴിക്കാറ്. പക്ഷേ എനിക്കത് മടുക്കും. അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്കിങ്ങനെ ചവച്ച് കഴിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ പുറത്ത് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാറ്. അതായിരുന്നു എൻ്റെ ഒരു ലൈഫ്. ബട്ട് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ്, എനിക്കിഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ABC ജ്യൂസ് പോലൊരു ജ്യൂസ് അടിച്ചാൽ അതിനകത്ത് കുറച്ച് ബാക്കി വരും. അപ്പം ഞാനിത് ഐസ് ട്രേക്കകത്ത് ഇട്ട് വെച്ചിട്ട് അത് ഐസ് ക്യൂബ്സായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും. ഈ ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യുമ്പോഴും ഉള്ള പ്രത്യേകത നോക്കിക്കോണം. സിലിക്കൺ നമ്മൾ ഈ ട്രേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐസ് ട്രേയിൽ നിന്ന് നമ്മളിങ്ങനെ ഐസിങ്ങനെ പൊട്ടിച്ചിടുമല്ലോ, അത് തറയിൽ വീഴുമ്പോൾ അതിൻ്റെ സൈഡും അവിടെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിയിരിക്കും. ഈ പൊട്ടിയ ഐസ് എടുത്ത് നമ്മൾ ഫേസിലോട്ട് വീഴുമ്പോഴത്തേക്ക് തേക്കുമ്പോഴേക്ക് ഈ ഫേസിൽ നല്ല ടീയേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഫേസിലെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്. സോ ഇതിങ്ങനെ തേക്കുമ്പം ടീയേഴ്സ് വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഒരു സിലിക്കോൺ ഐസ് ട്രേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അതെടുത്ത് അതിനകത്ത് നമുക്ക് കയ്യിലേക്ക് ഐസ് എടുക്കാം. അല്ലാത്തുള്ള ട്രേയിലേക്ക് നിന്ന് ഐസ് എടുക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. സോ അതെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു വൈറ്റമിൻ C സിറം ആണ്. എല്ലാ സിറവും വാരി വലിച്ചിടരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു സമയത്തൊക്കെ എന്തൊക്കെയോ സിറങ്ങളൊക്കെ ഇടുകയാണ്, എന്തൊക്കെയോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട്. അങ്ങനെയൊന്നും ഇടരുത്. ഭയങ്കര മിനിമലായിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം. നിയാസിനിമൈഡ് യൂസ് ചെയ്യണമെങ്കിൽ നിയാസിനിമൈഡ്, നമ്മൾ കുരുപ്പുണ്ടെങ്കിൽ സാലിസിലിക്ക, എല്ലാം കൂടി വാരി വലിച്ചിടരുത്. അതുപോലെ തന്നെ സിറംസ് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് കയറും. അതുകൊണ്ട് കുറച്ച് മാത്രം സിറംസ് യൂസ് ചെയ്യാം. പിന്നെ ഇത് മിലീനിയം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അൺഡ്രൈ ക്രീമാണ്. അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ലിപ് ബാമും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ബട്ട് ആക്ച്വലി അതും നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് എപ്പോഴും ഈ ലാപ്പിൻ്റെ ഫ്രണ്ടിലാണല്ലോ ഒരു 12 to 13 hours ഒരു ദിവസം എന്തായാലും ലാപ്പിൻ്റെ ഫ്രണ്ടിലും ഫോണിലും യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നന്നായിട്ട് അണ്ടർ ഐ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോജി ഗ്ലോയുടെ സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്. ഇത് ഞാൻ ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്ത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ ഫുള്ള് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യും. ഓക്കെ. ഇത് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇത് ഡാർക്കായിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കോജി വീറ്റ എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ ക്രീം ഈ നെക്കിൻ ഡാർക്ക്നെസ്സിന് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് ഇനി വരുന്നത് ഒരു ലിപ് ബാമാണ്. ഞാൻ ദേഗയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അത്
പെട്ടി കാണുമ്പോഴേ അറിയാം യൂസ് ചെയ്ത് തീർന്ന്. ഇനി എൻ്റെ സൈഡിൽ കുറച്ചെങ്ങാണ്ടുണ്ട്. ഞാനൊരു ചീപ്പിൻ്റെ ഈ ഒരു അറ്റ എടുത്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കൈ കൊണ്ട് അങ്ങനെ തോണ്ടി എടുക്കാറില്ല. അതും നന്നായിട്ട് ഇതെടുത്തിട്ട് അതിനകത്തൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല രസമാണ്, കുറച്ചുകൂടി ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പം ടാറ്റാ, ബൈ ബൈ.